വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യം പേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. വായിക്കാം, എഴുതാം. ലോകത്തെ വിവിധ കാടുകളിലായി കോടിക്കണക്കിന് വന്യജീവികൾ വസിക്കുന്നുണ്ട്. അവർ അവരുടെ ഇടത്തിൽ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. കാടിനുള്ളിൽ വന്യജീവികളുടെ സ്വൈര്യവിഹാരത്തിന് മനുഷ്യർ ഒരു തടസ്സമാവരുത് എന്ന ലക്ഷ്യം കൂടി ഉള്ളതിനാലാണ് വനപ്രദേശങ്ങളെ മനുഷ്യരുടെ ഇടപെടൽ കൂടാതെ സംരക്ഷിക്കാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. വന്യജീവികളുടെ സംരക്ഷണം അത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ലോകം കണ്ടിരിക്കുന്നത്. ലോകത്ത് വിവിധ ഇടങ്ങളിലെ വനങ്ങളിൽ വസിക്കുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന അവബോധം ഉണ്ടാകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ലോക വന്യജീവി ദിനം ആചരിച്ചു വരുന്നത്. ജൈവ ശൃംഖലയിലെ കണ്ണികൾ എന്ന നിലയിൽ എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു ജീവിക്ക് വരുന്ന വംശനാശം മറ്റനേകം ജീവികളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ ലോകത്തിന്റെ അവകാശികൾ നാം മാത്രമല്ലെന്നും ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഭൂമി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ ലോക വന്യജീവി ദിനത്തിനാവും. മറ്റു ജീവികളെയും മനുഷ്യരും ജീവലോകത്തിലെ കണ്ണികളായി സന്തുലനത്തോടെ ജീവിക്കുന്ന മനോഹര ലോകം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇത് വന്യജീവി സംരക്ഷണത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വന്യജീവി മീൻസ് എന്താണ്? വനത്തിൽ ജീവിക്കുന്ന ജീവി അല്ലെ. അപ്പോൾ സസ്യങ്ങളെയും ജീവികളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്? എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജൈവ ശൃംഖലയിലെ കണ്ണികൾ എന്ന നിലയിൽ. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, മനോഹര ലോകം നിലനിർത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, മനുഷ്യരും മറ്റു ജീവികളും സന്തുലനത്തോടെ ജീവിക്കുമ്പോൾ. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ലോകത്തിന്റെ അവകാശികൾ ആരെല്ലാമാണ്? ഓപ്ഷൻ സി, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്തിന്റെ അവകാശങ്ങളാണ്. ഡി ക്വസ്റ്റ്യൻ, വനപ്രദേശങ്ങളിൽ മനുഷ്യരുടെ ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? 1. കാടിനുള്ളിൽ വന്യജീവികളുടെ സ്വൈര്യ വിഹാരത്തിന് മനുഷ്യർ തടസ്സമാവരുത്. 2. വന്യജീവികൾക്ക് അവരുടെ ഇടത്തിൽ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതിന്. ഇത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. സി ക്വസ്റ്റ്യൻ, ലോക വന്യജീവി ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? വന്യജീവികൾ അവരുടെ ഇടത്തിൽ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ, ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന അവബോധം ഉണ്ടാക്കുക, കാടിനുള്ളിൽ മനുഷ്യർക്ക് സ്വൈര്യവിഹാരം നടത്താൻ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 2 അല്ലെ. 2 ആണ് ശരിയായ ഉത്തരം. അതായത് സി ആണ് ശരിയായ ഉത്തരം. 2 മാത്രമാണ് ശരി. ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന അവബോധം ഉണ്ടാക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുറിപ്പ് തയ്യാറാക്കാനാണ്. ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും വഴിതെറ്റിയ നേരം പോക്കും. പാലാ നാരായണൻ നായർ. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നാം പല നേരം പോക്കുകളും കുസൃതികളും കാണിക്കാറില്ലേ? അത്തരം ഓർമ്മകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്ന വഴിക്ക് നിങ്ങൾ കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും, അപ്പൊ മാവിന് കല്ലെറിയുകയും അങ്ങനെയുള്ള ഒരുപാട് കുസൃതികളും പല നേരം പോക്കുകളും നിങ്ങൾ നടത്താറുണ്ട് അല്ലേ? അത്തരം ഒരു ഓർമ്മയെ കുറിച്ച് നിങ്ങളോട് നിങ്ങളുടേതായ രീതിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നമ്മൾ കാണാത്തതും ശ്രദ്ധിക്കാത്തതുമായ കാഴ്ചകളും സംഭവങ്ങളും രേഖപ്പെടുത്താൻ കഴിയും. കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും പൂർണ്ണമായി പകർത്താനാവും. ചരിത്ര സംഭവങ്ങൾ വരും കാലത്തേക്കായി രേഖപ്പെടുത്താനും സാധിക്കും. പിന്നെന്തൊക്കെയാണ്? ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി. ഇനി സി ക്വസ്റ്റ്യൻ, മനുഷ്യാത്മാവ് കടഞ്ഞെടുത്ത തുള്ളികളാണവ. കടഞ്ഞെടുത്ത തുള്ളികൾ എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം?
മാതൃഭൂമിക്കായി ചിന്തിയ ചോരയെ കടഞ്ഞെടുത്തതായി കാണുന്നു. ചോര ചിന്തിയതിന്റെ ഉദ്ദേശം സാർത്ഥകമായി. മരം കടഞ്ഞെടുക്കുന്നത് ഭംഗി കൂട്ടാനാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2026 മാർച്ച് 31 ചൊവ്വാഴ്ച നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന പഠനോത്സവത്തിന് രക്ഷിതാക്കളെയും നാട്ടുകാരെയും ക്ഷണിച്ചുകൊണ്ട് കത്ത് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കത്ത് തയ്യാറാക്കുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? പ്രിയപ്പെട്ട വരെ എന്താണ് 2026 മാർച്ച് 31 ചൊവ്വാഴ്ച ഇന്ന സ്കൂളിൽ അല്ലേ, ഏതെങ്കിലും സ്കൂൾ, നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതുക. സ്കൂളിൽ നടക്കുന്ന പഠനോത്സവത്തിന് രക്ഷിതാക്കളെയും മറ്റുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് ആരാണ് സ്നേഹപൂർവ്വം ആരാണെന്ന് വെച്ചാൽ സ്കൂൾ ലീഡർ അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പിന്നെ ഇതിനകത്ത് എന്താണ് 2026 മാർച്ച് 31 ചൊവ്വാഴ്ച നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതുക. സ്കൂളിൽ നടക്കുന്ന പഠനോത്സവത്തിന് രക്ഷിതാക്കളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം സ്കൂൾ ലീഡർ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ വായനാനുഭവം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും അടുത്തിടെ വായിച്ച പുസ്തകം ഏതായിരുന്നു? അതിന്റെ വായനാനുഭവം കുറിപ്പായി എഴുതുക. പല ബുക്കുകളും നിങ്ങൾ വായിക്കാറില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കുക. അത് ആ കഥാകൃത്തിന്റെ പേര് വേണം, കഥയുടെ പേര് അല്ലെങ്കിൽ നോവലിന്റെ പേര് വേണം, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് വേണം, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതായിരുന്നു എന്ന് വേണം, അത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ഭാഗം ഏതാണെന്ന് പറയണം, അതിലെ ഓരോ കഥാപാത്രങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് കുറിപ്പായിട്ട് എഴുതേണ്ടത്. അടുത്തത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. ആ രക്തം മാഞ്ഞു പോയില്ല എന്ന പാഠഭാഗത്ത് കുഞ്ഞിരാമനോടും പ്രാധാന്യമുള്ള കഥാപാത്രമാണ് വടക്കൻ നമ്പ്യാർ. അദ്ദേഹത്തെ കുറിച്ച് പാഠഭാഗത്ത് നൽകിയ സൂചനകളും സ്വന്തം നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി കഥാപാത്രം തയ്യാറാക്കുക. അപ്പൊ ഇവിടെ ആരെക്കുറിച്ചാണ്? വടക്കൻ നമ്പ്യാരെ കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? കഥാപാത്ര നിരൂപണം നടത്തേണ്ടത്. അല്ലെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ്. നാട്ടിടവഴിയിൽ ചുറ്റി നടന്നും തോട്ടിലിറങ്ങി ചൂണ്ടയെറിഞ്ഞും കൂട്ടരുമൊത്ത് കളിച്ചു തിമിർത്തും നായി എറിഞ്ഞും നത്തുതിരിഞ്ഞും നാടിൻ മൂടിയിൽ അങ്ങനെ ആടിപ്പാടി നടന്നൊരു കാലം മെതന്നുടെ കുട്ടിക്കാലം. ഓർമ്മക്കണി ഡോക്ടർ സുജ ശ്രീകുമാറിന്റെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കവിതയാണ്. കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇത്തരത്തിലുള്ള ബാല്യകാലം ആസ്വദിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്കത് ഉത്തരം വേഗം തന്നെ കിട്ടും അല്ലേ? ഇന്ന് ഇത്തരത്തിലുള്ള ബാല്യകാലം ആസ്വദിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല. ഇന്ന് കുട്ടികളൊന്നും നാട്ടുവഴിയിൽ ഇറങ്ങി ചുറ്റി നടക്കുന്നതോ തോട്ടിലിറങ്ങി ചൂണ്ടയെറിയാനൊന്നും ആരും പോകുന്നില്ല അല്ലേ? കൂട്ടുകാരോടൊത്ത് കളിച്ചു തിമിർത്ത് നായി എറിഞ്ഞു അങ്ങനെയൊക്കെ നടക്കാൻ ഇന്ന് ആർക്കും സമയമില്ല അല്ലേ? എല്ലാവരും എപ്പോഴും എന്തിലാണ്? നമ്മുടെ ഫോണിലും മറ്റുള്ള TV പോലെയുള്ള ഇതിലൊക്കെയാണ് നമ്മൾ ഇന്ന് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ളവരോട് പോലും സംസാരിക്കാൻ നമുക്ക് സമയമില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെസ്സേജുകളിലൂടെ സന്ദേശങ്ങളിലൂടെയൊക്കെയാണ് അയക്കുന്നത് അല്ലേ? അപ്പൊ ഇത്തരം അതിൽ ഈ ചോദ്യത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരമായിട്ട് എഴുതാൻ കഴിയും. ഇത്തരം ബാല്യകാലം ആസ്വദിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് കഴിയുന്നില്ല. ചില കുട്ടികൾക്ക് കഴിയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പ്രതികരണമായി കുറിപ്പായിട്ട് എഴുതാനാണ് പറയുന്നത്. ഈ വരികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം അല്ലെ? ഇന്ന് നാട്ടുവഴിയിലൂടെ ചുറ്റി നടക്കുന്ന തോട്ടിലിറങ്ങി ചൂണ്ടയെറിയുന്നതൊന്നും നമുക്ക് കാണാനില്ല അല്ലെ? അതുപോലെ കൂട്ടുകാരത്ത് കളിച്ചു തിമർത്തും നായെറിഞ്ഞും ഒന്നും നമുക്ക് നടക്കാൻ സമയമേ ഇല്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കളിയല്ല ഭാഷ, കൂട്ടായിരിക്കുവാൻ എന്നും പഠിപ്പിക്കും കൂട്ടക്ഷരമാണെന്റെ ഭാഷ. ചില്ലുപോൽ വെട്ടിത്തിളങ്ങുന്ന ചിന്തയിൽ ചന്ദനം ചാർത്തിക്കുമെന്റെ ഭാഷ. കണ്ണു തുറന്നൊന്ന് നോക്കുമ്പോഴൊക്കെയും മിന്നായമായെത്തുമെന്റെ ഭാഷ. ഓർക്കുന്ന മാത്രയിൽ വാക്കിന്റെ തെന്നലിൽ പാറിപ്പറന്നെത്തുമെന്റെ ഭാഷ. ഭാഷയെക്കുറിച്ച് മീരാബൻ എഴുതിയ ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. കളിയല്ല ഭാഷ എന്നതാണ് ഇതില്. അപ്പൊ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭാഷ എന്ന് പറയുന്നത് കളിയല്ല, നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോ നമ്മളെ കൂട്ടായി ഇരിക്കുവാനും നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മളെ ഉയർത്തി കാണിക്കാനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഭാഷ എന്ന്
പറയുന്നത്. നമുക്ക് ഒരാളുമായി ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ എന്ത് വേണം? ഭാഷ വേണം. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ മീരാബെന്നിന്റെ കളിയല്ല ഭാഷ എന്ന കവിതയിൽ പറയുന്നത് ഭാഷയെക്കുറിച്ചും ഭാഷയുടെ പ്രത്യേകതകളെക്കുറിച്ചും പിന്നെ ഇതിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണെന്നും ആ വരികളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്ത ചിത്ര വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പല നിറ മലരുകൾ വിരിയുന്നു, പലതര സുഗന്ധമുതിരുന്നു, പാതിയായൊഴുകു മിളങ്കാറ്റിൽ പരിമളം പാരിൽ പറക്കുന്നു. റെജി ജോർജിന്റെ കവിതയാണ്. പരിസ്ഥിതിയെയും മനുഷ്യ മനസ്സിനെയും പരിപോഷിപ്പിക്കുന്നവയാണ് പൂന്തോട്ടങ്ങൾ. നൽകിയ വരികളുമായി ബന്ധിപ്പിച്ച് ചിത്രത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ ചിത്രം വിശകലനം ചെയ്തിട്ട് ഇവിടെ എന്താണ്, ഒരു കുട്ടി പൂ പറിക്കുന്നുണ്ട് അല്ലേ? പിന്നെ കുട്ടികൾ എന്താണ് പല നിറത്തിലുള്ള പൂക്കൾ അവിടെ ഉണ്ട്. പല പൂവിനും പല മണമാണുള്ളത്. പിന്നെ അതിന്റെ സ്മെല്ല് ലോകം മുഴുവൻ ഉണ്ട് അല്ലേ? അതുപോലെ അതിലെ തേൻ കുടിക്കാൻ ഒരുപാട് തേനീച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം വിശകലനം ചെയ്ത് അപ്പൊ പരിസ്ഥിതിയെയും മനുഷ്യ മനസ്സിനെയും പരിപോഷിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്? പൂന്തോട്ടങ്ങൾ എന്ന് പറയുന്നത്. പൂന്തോട്ടം എന്ന് പറയുന്നത് പൂന്തോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും. പല നിറത്തിലും വർണ്ണത്തിലുമുള്ള നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? അതിൽ നിന്നും വരുന്ന മണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗന്ധങ്ങളാണ് വരുന്നത്. അപ്പോൾ കാറ്റ് വീശുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് എന്ത് ചെയ്യുന്നു? മണം നാട് മുഴുവൻ ഇങ്ങനെ എന്ത് ചെയ്യും? പരക്കുന്നതാണ്. അപ്പോൾ ഈ കവിതയെക്കുറിച്ച് വിശകലനം ചെയ്ത് ഇതുപോലെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.